ഓക്കെ, ഇതാണ് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ്. ഹോംവർക്ക് ക്വസ്റ്റ്യൻ ട്രൂത്ത് ടേബിൾ വരയ്ക്കാനുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ ട്രൂത്ത് ടേബിളൊക്കെ എല്ലാവരും വരച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി വരയ്ക്കാത്ത ആൾക്കാർക്ക് വേണ്ടി ഒന്ന് വരയ്ക്കാം. പി ക്യൂ, ട്രൂ ട്രൂ, ട്രൂ ഫാൾസ്, ഫാൾസ് ട്രൂ, ഫാൾസ് ഫാൾസ്. ഓക്കെ, ദെൻ നെഗേഷൻ ക്യൂ ആണ് നമുക്ക് വേണ്ടത്. നെഗേഷൻ ക്യൂ, ക്യൂവിൻ്റെ നേരെ ഓപ്പോസിറ്റ് എഴുതുക. ഫാൾസ്, ട്രൂ, ഫാൾസ് ആൻഡ് ട്രൂ. ദെൻ അടുത്തത് പി ആൻഡ് നെഗേഷൻ ക്യൂ. രണ്ടിൻ്റെയും കൂടെ ആൻഡ് ആണ് എടുക്കേണ്ടത്. പിൻ്റെയും നെഗേഷൻ ക്യൂവിൻ്റെയും കൂടെ ആൻഡ് എടുക്കാം. ആൻഡ് എന്ന് പറഞ്ഞാൽ രണ്ടും ട്രൂ ആകുമ്പോൾ മാത്രമേ ട്രൂ ആവുള്ളൂ. അപ്പോൾ ഇത് ഫാൾസ് ആണ്. ദിസ് ഇസ് ട്രൂ, ഫാൾസ് ആൻഡ് ഫാൾസ്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. കറക്റ്റ് അല്ലേ? എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഓക്കെ, ദിസ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 1. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 ഞാൻ ഇതിൽ തന്നെ ചെയ്യുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 2 എന്താ വേണ്ടത്? പി ഇംപ്ലൈസ് ക്യൂ വേണം. പി ഇംപ്ലൈസ് ക്യൂ, എന്നിട്ട് അതിൻ്റെ നെഗറ്റീവാണ് വേണ്ടത്. അപ്പോൾ പി ഇംപ്ലൈസ് ക്യൂ എടുക്കുക. പിയും ക്യൂ ആണ് നോക്കേണ്ടത്. പി ക്യൂ എന്താ? പി ഇംപ്ലൈസ് ക്യൂ എങ്ങനെയാണ് ഔട്ട്പുട്ട് എഴുതേണ്ടത്? പി ട്രൂ ആവുന്ന സമയത്ത് എന്താണോ ക്യൂ അതാണ് ഔട്ട്പുട്ട്. പി ട്രൂ ആവുന്ന സമയത്ത് എന്താണോ ക്യൂ അതാണ് ഔട്ട്പുട്ട്. ഇവിടെ ഫസ്റ്റ് കേസിൽ ക്യൂ ട്രൂ ആണ്. ഇവിടെ രണ്ടാമത്തെ കേസിൽ പി ട്രൂ ആണ്. അപ്പോൾ ക്യൂ ആണ് ഔട്ട്പുട്ടായിട്ട് എഴുതുന്നത്. ഫാൾസ് ആണ് ക്യൂ, അതുകൊണ്ട് ഇത് ഫാൾസ് എന്ന് എഴുതാം. ഇനി അടുത്ത രണ്ട് കേസുകളിലും പി ഫാൾസ് ആണ്. അപ്പോൾ നമ്മൾ ക്യൂ നോക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് എന്ത് എഴുതുക? ട്രൂ എന്ന് എഴുതി വയ്ക്കുക. ഓക്കെ, ഇതാണ് ഇംപ്ലൈസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഔട്ട്പുട്ട്. ഇനി അതിൻ്റെ നെഗറ്റീവാണ് നമുക്ക് വേണ്ടത്. നെഗേഷൻ ഓഫ് പി ഇംപ്ലൈസ് ക്യൂ. അതായത് ഇപ്പോൾ എടുത്തേക്കുന്നതിന് നെഗറ്റീവ് കൊടുക്കുക. ഫാൾസ്, ട്രൂ, ഫാൾസ്, ഫാൾസ് അല്ലേ? ഓക്കെ, അപ്പോൾ ദിസ് ഇസ് 2. ഇതാണ് 2 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് 3 ഇൻപുട്സ് വേണം. അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടെ ഇലാബറേറ്റ് ആയിട്ട് വരയ്ക്കാം. നമുക്ക് 3 ഇൻപുട്ട് വേണം എന്നുള്ളതുകൊണ്ട് പി ക്യൂ ആർ വരയ്ക്കാം. പി ക്യൂ ആർ, ട്രൂ ട്രൂ ട്രൂ. ഓക്കെ, ഇതെങ്ങനെ എഴുതുന്നത്? ഈ ഇൻപുട്സ് എഴുതുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ആദ്യം 2, 3, 4 ട്രൂ, 4 ഫാൾസ് അങ്ങനെ എഴുതിയാൽ മതി. എളുപ്പം, ബുദ്ധിമുട്ടില്ല. പിന്നെ ഇതിലാകുമ്പോൾ 2 ട്രൂ, 2 ഫാൾസ്, 2 ട്രൂ, 2 ഫാൾസ് എന്ന് എഴുതിയാൽ മതി. ഇവിടെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ട്രൂ ഫാൾസ്, ട്രൂവിൽ തുടങ്ങും. ഫാൾസ്, ട്രൂ, ഫാൾസ്, ട്രൂ, ഫാൾസ്, ട്രൂ, ഫാൾസ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ട സാധനം എന്തായിരുന്നു? പി ഇംപ്ലൈസ് ക്യൂ ഓർ ആർ വേണം. അപ്പോൾ ആദ്യം ക്യൂ ഓർ ആർ എഴുതാം നമുക്ക്. ക്യൂ ഓർ ആർ, ക്യൂ ഓർ ആർ എന്താണ് വരുന്നത്? ഓർ ആണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ മതി, ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. ഇവിടെ ഫാൾസ് വരും, കാരണം ഇവിടെ രണ്ട് സ്ഥലത്തും ഫാൾസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെയൊക്കെ ട്രൂ വരും. ലാസ്റ്റ് കേസിലും ഫാൾസ് വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ക്യൂ ഓർ ആർ. ഇനി വേണ്ടത് പി ഇംപ്ലൈസ് ക്യൂ ഓർ ആർ. അടുത്തത് പി ഇംപ്ലൈസ് ക്യൂ ഓർ ആർ. പി ഇംപ്ലൈസ് ക്യൂ ഓർ ആർ. അപ്പോൾ ഇത് രണ്ടുമാണ് നോക്കേണ്ടത്. ഇത് രണ്ടും ആദ്യത്തെ 4 കേസിലും പി ട്രൂ ആണ്. അപ്പോൾ ഔട്ട്പുട്ടായിട്ട് എഴുതേണ്ടത് ക്യൂ ഓർ ആർ ആണ് കേട്ടോ, ശ്രദ്ധിക്കണം. അപ്പോൾ ക്യൂ ഓർ ആർ എന്താണെന്ന് നോക്കിയിട്ട് അതുപോലെ എഴുതി വയ്ക്കുക. ട്രൂ 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 ഫാൾസ്. ഓക്കെ, അടുത്ത 4 കേസിലും പി ഫാൾസ് ആണ്. അപ്പോൾ ക്യൂ ഓർ ആർ നോക്കണ്ട, ഡയറക്റ്റായിട്ട് ആൻസർ ട്രൂ എന്ന് എഴുതി വയ്ക്കുക. ഓക്കെ, ദിസ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 3. തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതായിരുന്നു. ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പി ആൻഡ് ക്യൂ ഇംപ്ലൈസ് ആർ ആണ്. പി ആൻഡ് ക്യൂ ഇംപ്ലൈസ് ആർ. അപ്പോൾ അത് നമുക്ക് ഇവിടെ തന്നെ എഴുതാം. പി ആൻഡ് ക്യൂ. ഓക്കെ, പി ആൻഡ് ക്യൂ, ക്യൂവും പിയും കൂടെയാണ് കമ്പയർ ചെയ്യേണ്ടത്. ആൻഡ് എടുക്കുമ്പോൾ രണ്ടും ട്രൂ ആയാലേ ഔട്ട്പുട്ട് ട്രൂ ആവുള്ളൂ. ആദ്യത്തെ 2 കേസിലും ട്രൂ വന്നു, പിന്നെ 2 കേസിലും ഫാൾസ് ആണ് വരിക. പിന്നെ വരുന്ന എല്ലാ കേസിലും പി ഫാൾസ് ആയതുകൊണ്ട് ഒക്കെ ഫാൾസ് ആയിരിക്കും. ഫാൾസ്, 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 ഫാൾസ്. രണ്ടും ട്രൂ ആവണം, എന്നാലേ ഇതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ പി ആൻഡ് ക്യൂ കിട്ടിയിട്ടുണ്ട്. ഇനി ഇംപ്ലൈസ് ആർ വേണം. പി ആൻഡ് ക്യൂ ഇംപ്ലൈസ് ആർ.
P and Q implies R. ഓക്കെ, അപ്പോൾ ഇവിടെ ഫാൾസ് ആവുന്ന കേസ് നോക്കൂ. ഇതാണ് നമ്മൾ ചെക്കിംഗ് കണ്ടീഷൻ അല്ലേ. P and Q ആണ് ചെക്കിംഗ് കണ്ടീഷൻ. അത് ട്രൂ ആവുമ്പോൾ എന്താണോ R അതാണ് ഔട്ട്പുട്ട് എഴുതുന്നത്. ഓക്കെ, ഈ രണ്ട് കേസിലാണ് ഇത് ട്രൂ ആവുന്നത്. അപ്പോൾ R ആയിട്ട് അത് എഴുതാം, ഔട്ട്പുട്ട് ട്രൂ ആൻഡ് ഫാൾസ്. ഓക്കെ, ഈ കണ്ടീഷനാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. P and Q ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ട്രൂ ആവുമ്പോഴാണ് നമ്മൾ R നോക്കേണ്ടത്, R എഴുതേണ്ടത്. അപ്പോൾ ആദ്യത്തെ രണ്ട് കേസിൽ മാത്രമേ P and Q ട്രൂ ആവുന്നുള്ളൂ. അതുകൊണ്ട് P and Q ട്രൂ ആവുന്ന സമയത്ത് R എന്താണോ ഔട്ട്പുട്ട് അത് എഴുതി വെച്ചു. ബാക്കി എല്ലാ കേസിലും P and Q എന്താണ്, ഫാൾസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, ട്രൂ ആയിരിക്കും കേട്ടോ. എല്ലാം ട്രൂ നേരത്തെ പിടിക്കേണ്ട എഴുതിയിട്ട്. ഓക്കെ, ദിസ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 4. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു, P and R if and only if Q and R. P and R if and only if Q and R. ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് എഴുതാം. ഇവിടെ P and R എഴുതണം ആദ്യം. P and R. ഓക്കെ, P and R എന്നല്ലേ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. P and R if and only if Q and R. അപ്പോൾ ആദ്യം P and R എഴുതാം. P and R. ഓക്കെ, അപ്പോൾ ഇത് ട്രൂ വരും ഫസ്റ്റ് കേസിൽ. അടുത്ത കേസിൽ ഫാൾസ് ആണ് വരിക. ഇവിടെ ട്രൂ വരും, ഇവിടെ ഫാൾസ്, പിന്നെ ബാക്കിയെല്ലാം ഫാൾസ്. കാരണം P എല്ലായിടത്തും ബാക്കിയൊക്കെ ഫാൾസ് ആണ്. ഓക്കെ, ഫാൾസ്. അപ്പോൾ P and R കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് Q and R ആണ്. Q and R. Q and R. Q and R. Qയും Rഉം കൂടെയാണ് ആൻഡ് എടുക്കേണ്ടത്. രണ്ടും ട്രൂ ആവുന്ന സ്ഥലത്ത് ട്രൂ എഴുതി വയ്ക്കാം. ഇവിടെ ഫാൾസ് ആണ് വരിക, ഇവിടെ ഫാൾസ് വരും, ഹിയർ അഗെയിൻ ഫാൾസ്, ഇവിടെ ട്രൂ വരും. ഓക്കെ, ദെൻ ബാക്കി എല്ലായിടത്തും ഫാൾസ് ആണ്. ഫാൾസ്, ഫാൾസ് ആൻഡ് ഫാൾസ്. കറക്റ്റ് അല്ലേ നോക്കണം കേട്ടോ നിങ്ങൾ. ഞാൻ എഴുതുന്നത് കറക്റ്റ് അല്ലേ നോക്കണം. P and Rഉം Q and Rഉം. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, P and R if and only if Q and R. രണ്ടിൻ്റെയും കൂടെ if and only if എടുക്കുക. if and only if എന്ന് പറയുമ്പോൾ implies and implied by. അതിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴാണ് ട്രൂ ആവുക, രണ്ട് ഇൻപുട്ടും ഒരേ വാല്യൂ ആണെങ്കിൽ. രണ്ടും ട്രൂ ആണെങ്കിലും ട്രൂ ആവും, രണ്ടും ഫാൾസ് ആണെങ്കിലും ട്രൂ ആവും അല്ലേ. if and only ifൻ്റെ കേസാണ് നമ്മൾ പറയുന്നത്. if and only if രണ്ടും ട്രൂ ആകുമ്പോഴും ട്രൂ ആവും, രണ്ടും ഫാൾസ് ആകുമ്പോഴും ട്രൂ ആവും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിൽ ട്രൂ ആണ്, ഇവിടെ രണ്ടും ട്രൂ ആണ്. ഇവിടുത്തെ കേസിലും ട്രൂ ആണ്, കാരണം രണ്ടും ഫാൾസ് ആണ്. ഇവിടുത്തെ കേസിൽ ഫാൾസ് ആണ്, കാരണം ഒന്ന് ഫാൾസ് ഒന്ന് ട്രൂ ആണ്. ഇത് ട്രൂ ആയിരിക്കും, കാരണം രണ്ടും ട്രൂ ആണ്, സോറി രണ്ടും ഫാൾസ് ആണ്. ഇവിടെയും ഫാൾസ് വരും. ദർ ഈസ് അഗെയിൻ ട്രൂ, ട്രൂ ആൻഡ് ട്രൂ. ഓക്കെ, ദിസ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 5. നോക്കിക്കോ, കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ലേ. 5 ക്വസ്റ്റ്യൻസ് ആണ് ഹോംവർക്ക് ഉണ്ടായിരുന്നത്. എല്ലാവരും ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക് എല്ലാവരും ഹെഡിങ് എഴുതുക, ലോജിക്കൽ ഇക്വലൻസ്. ലോജിക്കൽ ഇക്വലൻസ് എന്ന് പറഞ്ഞാൽ എന്താ, സാധാരണ ഈക്വൽ കേസിന് നമ്മൾ പറയുന്ന പേരാണ് ഇക്വലൻസ്. അത് തന്നെയാണ്, വേറെ ഒന്നുമില്ല. ഡെഫിനിഷനാണ് കൊടുത്തിരിക്കുന്നത്. 2 സ്റ്റേറ്റ്മെൻറ്റ്സ് S1 and S2 ആർ സെഡ് ടു ബി ലോജിക്കലി ഈക്വലൻറ്റ്. അങ്ങനെ സിമ്പിളായിട്ട് നമ്മൾ ഇങ്ങനെയാണ് എഴുതുക, S1 ഈസ് ഈക്വലൻറ്റ് ടു S2. ഇങ്ങനെയാണ് ഇക്വലൻസിനെ നമ്മൾ നൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ഇതല്ലാണ്ട് ഇങ്ങനെയും നൊട്ടേഷൻ ഉണ്ട്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ യൂസ് ചെയ്യുന്നത് ഇതാണെന്ന് മാത്രം. ഇങ്ങനെയും ഇക്വലൻസിനെ നൊട്ടേറ്റ് ചെയ്യും. രണ്ടും ഒന്നാണ്, സംഭവം ഒന്നുമില്ല. S1 ട്രൂ ആകുമ്പോൾ S2ഉം ട്രൂ ആയിരിക്കണം. S1 ട്രൂ ആകുമ്പോൾ S2ഉം ട്രൂ ആയിരിക്കണം. ഓക്കെ, S1 ട്രൂ ആവുന്ന സമയത്ത് S2ഉം ട്രൂ ആയിരിക്കണം. S1 ഫാൾസ് ആവുന്ന സമയത്ത് S2ഉം ഫാൾസ് ആയിരിക്കണം. ഇതാണ് ഇത് ലോജിക്കൽ ഇക്വലൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഈക്വൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അങ്ങനെ തന്നെ പറയാം നമുക്ക്. നമ്മളിവിടെ ഇക്വലൻസ് എന്ന് പറയുന്നു എന്ന് മാത്രം. S1ൻ്റെ ഔട്ട്പുട്ട് എന്താണോ അത് തന്നെ ആയിരിക്കണം S2ൻ്റെയും ഔട്ട്പുട്ട്. അങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് എന്താ പറയുക, ലോജിക്കൽ ഈക്വലൻസസ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു എക്സാമ്പിളാണ്, P implies Q is logically equivalent to negation P or Q. P implies Q എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് നെഗേഷൻ P or Qനോട് ഈക്വലൻ്റ് ആണ്.
എങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യുക? ഇതിൻ്റെ രണ്ടിൻ്റെ ഔട്ട്പുട്ട് നോക്കുക, രണ്ടും ഔട്ട്പുട്ട് സെയിം ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദേ ആർ ഈക്വലൻറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം പിയും ക്യൂവും എഴുതി ട്രൂത്ത് ടേബിൾ വരച്ച് നോക്കാം. ട്രൂ, 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 ഫാൾസ്, ഫാൾസ്, ട്രൂ, ഫാൾസ്, ഫാൾസ്. ഓക്കെ, നമുക്ക് പി ഇംപ്ലൈസ് ക്യൂ ആദ്യം വേണം. അത് നമ്മൾ ആദ്യം വരച്ചു. ട്രൂ, ഫാൾസ്, ട്രൂ, ട്രൂ. ഓക്കെ, ദെൻ അടുത്തത് വേണ്ടത് നെഗേഷൻ ക്യൂ വേണം. സോറി, നെഗേഷൻ ക്യൂ അല്ല, നെഗേഷൻ പി വേണം. നെഗേഷൻ പി ഫാൾസ്, ഫാൾസ്, ട്രൂ, ട്രൂ. ഓക്കെ, ദെൻ നെഗേഷൻ പി ഓർ നെഗേഷൻ പി ആണ് കേട്ടോ. നെഗേഷൻ പി ഓർ ക്യൂ. എന്താണ് നെഗേഷൻ പി ഓർ ക്യൂ? ഓർ എടുക്കുക. നെഗേഷൻ പിയും ക്യൂവും കൂടെ ഓർ എടുക്കുക. ട്രൂ, ഫാൾസ്, ട്രൂ ആൻഡ് ട്രൂ. ഓക്കെ, ക്ലിയർ അല്ലേ? കറക്റ്റ് അല്ലേ? ഇനി നോക്കിക്കേ, ഇത് രണ്ടും സെയിം സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലേ? ഈ കാണുന്ന ഔട്ട്പുട്ട് രണ്ടും ഒന്നല്ലേ? നോക്കിക്കേ, ഇത് ട്രൂ ആകുമ്പോൾ ഇതും ട്രൂ ആണ്, ഇത് ഫാൾസ് ആകുമ്പോൾ ഇതും ഫാൾസ് ആണ്, ഇത് ട്രൂ ആകുമ്പോൾ ഇതും ട്രൂ ആണ്, ഇത് ട്രൂ ആകുമ്പോൾ ഇതും ട്രൂ ആണ്. therefore നമുക്ക് എന്ത് പറയാം? P implies Q is equivalent to negation P or Q. എന്ന് വെച്ചാൽ നമുക്ക് P implies Q ന് പകരം എന്ത് ഉപയോഗിക്കാം? negation P or Q എന്ന് ഉപയോഗിക്കാം. ഈ ഒരു സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് കേട്ടോ, ഓർത്ത് വെച്ചോളൂ. ഇക്വേഷൻസ് ഒക്കെ പറയുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മൾ സിംപ്ലിഫിക്കേഷൻ ഉണ്ട് വിത്തൗട്ട് ട്രൂത്ത് ടേബിൾ. ട്രൂത്ത് ടേബിൾ ഇല്ലാണ്ട് സിംപ്ലിഫൈ ചെയ്യാനും പ്രൂവ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആവുന്നൊരു സാധനമാണ് ഈ കാണുന്ന സ്റ്റേറ്റ്മെൻറ്റ്. P implies Q if and only if negation P or Q. ഓക്കെ, ഇനി വേറൊരു ഇക്വലൻസ്, ഇത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റൻ ആണ്. P implies Q and Q implies P. P implies Q and Q implies P is equivalent to P if and only if Q. ചെക്ക് ചെയ്തോളൂ, ഹോംവർക്ക് ആണ്, ചെയ്ത് നോക്കണം കേട്ടോ. ഇത് രണ്ടും ഈക്വലൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. എങ്ങനെയാണ് ഈക്വലൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്? രണ്ടും ട്രൂത്ത് ടേബിൾ വരച്ച് നോക്കാം, ഔട്ട്പുട്ട് രണ്ടിൻ്റെയും സെയിം ആണോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇക്വലൻസ് എന്ന് പറയുന്നത്. ഇക്വലൻസിന് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നുമില്ല. രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ ഔട്ട്പുട്ടുകൾ രണ്ടും സെയിം ആണെങ്കിൽ, ഒരേപോലെയാണ് ഔട്ട്പുട്ട് വരുന്നെങ്കിൽ we can say that they are equivalent. ഈ ഡെഫിനിഷൻ എഴുതി വെച്ചോളൂ കേട്ടോ എല്ലാവരും. Two statements S1 and S2 are said to be logically equivalent. We write S1 is equivalent to S2 when the statement S1 is true if and only if S2 is true. അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട്, ഫാൾസിൻ്റെ കേസും അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട്. S1 is false if and only if S2 is false. S1 false ആണെങ്കിൽ S2 false ആണ്, S2 false ആണെങ്കിൽ S1 false ആണ്. ഓക്കെ, അപ്പോൾ അതാണ് എന്താ ലോജിക്കൽ ഈക്വലൻസ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഈക്വലൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ലോ ഓഫ് ലോജിക് നിയമങ്ങൾ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും, ഒക്കെ എഴുതണം. എല്ലാത്തിൻ്റെയും ട്രൂത്ത് ടേബിൾ വരച്ച് നോക്കുകയും വേണം കേട്ടോ, കൺഫേം ചെയ്യും വേണം. ട്രൂത്ത് ടേബിൾ വരച്ചിട്ട് ഇതിങ്ങനെ തന്നെയാണോ എന്നുള്ളത്. ഫസ്റ്റ് വൺ ലോ ഓഫ് ഡബിൾ നെഗേഷൻ എന്ന് പറയും. ലോ ഓഫ് ഡബിൾ നെഗേഷൻ, നെഗേഷൻ ഓഫ് നെഗേഷൻ പി, അതാണ് ഈ ആദ്യത്തെ ലോ. നെഗേഷൻ ഓഫ് നെഗേഷൻ പി, നെഗേഷൻ ഓഫ് നെഗേഷൻ പി ഈസ് ഈക്വലൻ ടു പി. ഇത് ഈക്വലൻസ് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ട്രൂത്ത് ടേബിൾ വരച്ച് നോക്കിയാൽ മതി കേട്ടോ. ട്രൂത്ത് ടേബിൾ വരച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഈക്വലൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും കറക്റ്റ് അല്ലേ എന്നുള്ളത്. ദെൻ ഈ ലോസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് വളരെ അധികം ആവശ്യം വരുന്നതാണ്. ഇനിയുള്ള പ്രോബ്ലംസിലൊക്കെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ടൊക്കെ ഈ സാധനം യൂസ് ചെയ്യും. എല്ലാ സമയത്തും നമുക്ക് ട്രൂത്ത് ടേബിൾ വരച്ച ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റില്ല. ട്രൂത്ത് ടേബിൾ ഇല്ലാതെയും ചില സമയങ്ങളിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യേണ്ടതായിട്ട് വരും. ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. യൂസ് ട്രൂത്ത് ടേബിൾ ടു വെരിഫൈ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിത്തൗട്ട് യൂസിങ് ട്രൂത്ത് ടേബിൾ ഷോ ദാറ്റ് എന്ന് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെ വിത്തൗട്ട് യൂസിങ് ട്രൂത്ത് ടേബിളിൽ കൂടുതലായിട്ട് യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഇക്വേഷൻസ് ആണ്.
ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഡിമോർഗൻസ് ലോ ഒക്കെ നമ്മൾ സെറ്റിൽ +1 മുതൽ പഠിച്ചിട്ടുള്ളതാണ്. ഡിമോർഗൻസ് ലോ, നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ, നെഗേഷൻ ഓഫ് പി ഓർ പോയിട്ട് എന്താവും, ആൻഡ് ആയി മാറും, നെഗേഷൻ ഓഫ് ക്യൂ. അതേപോലെ തന്നെ നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ എന്താവും, നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ ആയിട്ട് മാറും. ഓക്കെ, അതാണ് ഡിമോർഗൻസ് ലോ എന്ന് പറയുന്നത്. കമ്മ്യൂട്ടേറ്റീവ് ലോ, പി ഓർ ക്യൂ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ ഓർ പി, ഇഫ് ആൻഡ് ഓൺലി ഫോർ equivalent to, if and only for അല്ല, equivalent to. അടുത്ത എന്താ പറയുക, പി ആൻഡ് ക്യൂ equivalent to ക്യൂ ആൻഡ് പി, കമ്മ്യൂട്ടേറ്റീവ് ലോ. ഓക്കെ, ഓർത്ത് വെച്ചോളൂ, ഈ ലോസിൻ്റെ പേരും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. കമ്മ്യൂട്ടേറ്റീവ് ലോ. നെക്സ്റ്റ് അസോസിയേറ്റീവ് ലോ. നോക്കിയേ, അസോസിയേറ്റീവ് ലോ യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്നുള്ളത് നോക്കിക്കോളൂ കേട്ടോ. അസോസിയേറ്റീവ് ലോ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അസോസിയേറ്റീവ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അസോസിയേറ്റീവ് ലോ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് നോക്കൂ. ഓപ്പറേഷൻസ് രണ്ടും സെയിം ആകുമ്പോഴാണ് അസോസിയേറ്റീവ് ലോ യൂസ് ചെയ്യുക. ഇവിടെയും ഓറാണ്, ഇപ്പുറത്തും ഓറാണെങ്കിൽ ബ്രാക്കറ്റ് അങ്ങോട്ട് മാറ്റിയിടാൻ വേണ്ടി മാത്രമാണ് അസോസിയേറ്റീവ് ലോ യൂസ് ചെയ്യുക കേട്ടോ. ഇവിടെ ആൻഡ്, ഇവിടെയും ആൻഡ് ആണ്, ബ്രാക്കറ്റ് മാറ്റിയിടാൻ വേണ്ടിയിട്ട് അസോസിയേറ്റീവ് ലോ നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, അസോസിയേറ്റീവ് ലോ. പക്ഷേ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അതുപോലെയല്ല. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ശ്രദ്ധിക്കണം, എപ്പോഴാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ യൂസ് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. കാരണം അത് ഒരുപാട് അപ്ലിക്കേഷൻസ് വരുന്നതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോയ്ക്ക്. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുക, പി ഓർ ക്യൂ ആൻഡ് ആർ, പി ഓർ ക്യൂ ആൻഡ് ആർ വരുന്ന സമയത്ത് വിച്ച് ഈസ് ഈക്വലൻ്റ് ടു, ഇവിടെ നമ്മൾ ഈ പി എന്ന് പറഞ്ഞ ഈ ടേമിനെ ഈ ബ്രാക്കറ്റിൻ്റെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചോളൂ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താണോ പിയുടെ കൂടെയുള്ള ഓപ്പറേഷൻ, ആ ഓപ്പറേഷൻ അടക്കമാണ് നമ്മൾ അകത്തേക്ക് കൊണ്ടുപോകുന്നത് മനസ്സിലാക്കുക. പി ഓർ ക്യൂ ആൻഡ് പി ഓർ ആർ. ഓക്കെ, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. പി അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പിയുടെ കൂടെയുള്ള ഓപ്പറേഷൻ അടക്കമാണ് നമ്മൾ അകത്തേക്ക് കൊണ്ടുപോകുന്നത് കേട്ടോ, അത് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പി ആൻഡ് ക്യൂ ഓർ ആർ, ഓപ്പറേഷൻസ് രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. ഇവിടെ ഇവിടെ ഓറും ഇവിടെ ആൻഡും, ഇവിടെ ഓറും. ഓക്കെ, ദെൻ പി അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പിയുടെ കൂടെയുള്ള ഓപ്പറേഷനും കൊണ്ടുപോകുന്നു മനസ്സിലാക്കുക. പി ആൻഡ് ക്യൂ ഓർ പി ആൻഡ് ആർ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് തന്നെ ഇങ്ങനെ തന്നെ എപ്പോഴും ചോദിക്കും എന്ന് വിചാരിക്കരുത് ആരും. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ ചോദിക്കും എന്ന് എപ്പോഴും വിചാരിക്കരുത്. പി ആൻഡ് ക്യൂ ഓർ ആർ, ഇതെങ്ങനെയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞേ. ഇത് എന്താണ് നമ്മൾ ചെയ്യുക, അസോസിയേറ്റീവ് ലോ യൂസ് ചെയ്യുമോ അതോ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ യൂസ് ചെയ്യുമോ? ഏത് ലോ യൂസ് ചെയ്യും? ഇത് എക്സ്പാൻഡ് ചെയ്യാൻ, പി ഓർ ആർ ആൻഡ് ക്യൂ ഓർ ആർ. നമ്മൾ ആറ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ മനസ്സിലാക്കിയാണ്. ആറ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആറിൻ്റെ കൂടെയുള്ള ഓപ്പറേഷൻ അടക്കമാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളത് ക്ലിയർ ആക്കി മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇതൊക്കെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ തന്നെയാണ്. ഡിസ്ട്രിബ്യൂട്ടീവ് ലോയുടെ പല വേർഷനാണ് ഇപ്പോൾ ഈ പറയുന്നത്. ആദ്യത്തെ രണ്ടെണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് ഫ്രണ്ടിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്, ഇത് ബാക്കിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിലും ഇത് ചോദിക്കാം. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. നെക്സ്റ്റ് ലോ നോക്കിക്കേ, ഐഡംപൊട്ടൻ്റ് ലോ. ഐഡംപൊട്ടൻ്റ് ലോ, നല്ല പേര് അല്ലേ. പി ഓർ പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് പി, പി ഓർ പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് പി. അതുപോലെ തന്നെ പി ആൻഡ് പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് മീൻസ് ഈക്വലൻ്റ് ടു, ഇഫ് ആൻഡ് ഓൺലി ഇഫ് അല്ല കേട്ടോ, ഈക്വലൻ്റ് ടു പറയുമ്പോൾ അങ്ങനെയുണ്ട്. പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, എന്തൊന്നും തന്നെയാണ്, എന്നാലും വേണ്ട, നമുക്ക് ഈക്വലൻ്റ് ടു തന്നെ പറയാം. ഓക്കെ, പി ഓർ പി, എങ്ങനെയാണ് പി ഓർ പി ആവുന്നത്? ട്രൂത്ത് ടേബിൾ നോക്കിയാൽ എന്താ വരിക, പി ആൻഡ് പി. നമ്മൾ പി രണ്ടും ട്രൂ ആണ്, അല്ലെങ്കിൽ പി രണ്ടും ഫോൾസ് ആവുകയാണ് ചെയ്യുക അല്ലേ. ഇനി ഇതിൻ്റെ
ഓറും ആൻഡ് ഒക്കെ നിർത്തി നോക്കിയേ. പി ഓർ പി എന്താ വരിക? ഇത് ട്രൂ ആവും, ഇത് ഫോൾസ് ആവും. പി ആൻഡ് പിയോ രണ്ടും ട്രൂ ആവുന്ന സമയത്ത് ട്രൂ ആവും, രണ്ടും ഫോൾസ് ആവുന്ന സമയത്ത് ഫോൾസ് ആവും. എന്ന് വെച്ചാൽ ഈ കാണുന്ന രണ്ട് സാധനം എന്ത് തന്നെയാണ്? ഇത് തന്നെയല്ലേ? ഇതും ഇതൊക്കെ ഒന്ന് തന്നെയല്ലേ? ഒക്കെ പി ആൻഡ് പിയും പി ഓർ പിയും എന്താണ്? പി തന്നെയാണ്. അതുകൊണ്ടാണ് ആ പേര് ഐഡംപൊട്ടൻറ്റ് ലോ. ആ ലോസിൻ്റെ പേരൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി ഒരുപാട് ലോസ് നമുക്ക് പഠിക്കാനുണ്ട്. ഇതിപ്പോൾ ഇക്വലൻ്റ് ലോസ് ആയിട്ടുള്ളൂ. ഇനി നമ്മൾ വേറെ ഇൻഫറൻസിൽ കുറേ ലോസ് പഠിക്കും. മോഡസ് പോണൻസ്, മോഡസ് ടോളൻസ്, ഹൈപ്പോത്തറ്റിക്കൽ സിലോഗിസം, ഡിസ്ജങ്റ്റീവ് സിലോഗിസം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരുകൾ പഠിക്കാനുണ്ട്. പേരുകളൊക്കെ ഒന്നും മറന്നു വരുത്, ഓർത്തുള്ളൂ. ദെൻ ഐഡൻറ്റിറ്റി ലോസ്. ഐഡൻറ്റിറ്റി ലോസ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. പി ഓർ ഫോൾസ്. പി ഓർ ഫോൾസ് എന്താണ്? പി ആണ്. അതുപോലെ തന്നെ പി ആൻഡ് ട്രൂ എന്ന് പറയുന്നത് പി ആണ്. ഓക്കെ, അപ്പോൾ ഇത് ശ്രദ്ധിച്ചോളൂ. ഐഡൻറ്റിറ്റി ലോസ് ശ്രദ്ധിച്ചോളൂ. പി ഓർ ഫോൾസ്. ഈ എഫ് നോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്ര കാര്യമായിട്ട് മൈൻഡ് ചെയ്യുന്ന കേട്ടോ. എഫ് നോട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു വാല്യൂ ഓഫ് എഫ് എന്നുള്ള മീനിങ്ങിലേ ഉള്ളൂ എഫ് നോട്ട്. പി ഓർ എഫ് എന്ന് പറഞ്ഞാൽ എന്താ? പി ആണ് വരിക അല്ലേ? അതുപോലെ തന്നെ പി ആൻഡ് ട്രൂ എന്ന് പറഞ്ഞാലും എന്താണ്? പി ആണ്. ഓക്കെ, ക്ലിയർ ആണോ? അതെങ്ങനെയാണ് അങ്ങനെ വരുന്നത്? കാരണം പി ഓർ ഫോൾസ് എന്ന് പറയുമ്പോൾ ഓർ ട്രൂ ആവണമെങ്കിൽ എന്ത് ട്രൂ ആവണം? ഏതെങ്കിലും ഒരു ഇൻപുട്ട് ട്രൂ ആവണം. ഇവിടെ ഒരു ഇൻപുട്ട് ഓൾറെഡി ഫോൾസ് ആണ്. ഓക്കെ, ഇനി അടുത്ത ഇൻപുട്ട് പി ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിക്ക് രണ്ട് വാല്യൂസേ കൊടുക്കാനുള്ളൂ. പി ട്രൂ ആവുമ്പോൾ ട്രൂ ഓർ ഫോൾസ് എന്തായി വരും? ട്രൂ ആയിട്ട് വരും. ഇനി പി ഫോൾസ് ആണെങ്കിൽ ഫോൾസ് ഓർ ഫോൾസ് ഫോൾസ് ആയിട്ടും വരും. അപ്പോൾ പിയിൽ എന്താണോ കൊടുക്കുന്നത് അത് തന്നെയാണ് ഇവിടെ പുറത്ത് കിട്ടുക. അതുകൊണ്ടാണ് പി ഓർ ഫോൾസ് എന്ന് പറയുന്നത് പി ആണെന്ന് പറയുന്നത്. അതേപോലെ തന്നെ പി ആൻഡ് ട്രൂ എന്ന് പറയുന്നത്, ആൻഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരു ഇൻപുട്ട് ട്രൂ ആണ്, അടുത്ത ഇൻപുട്ട് പി ആണ്. ആ പിയുടെ വാല്യൂ ട്രൂ ആണെങ്കിൽ ട്രൂ ആൻഡ് ട്രൂ എന്താവും? ട്രൂ ആവും. ഇനി അഥവാ പി ഫോൾസ് ആണെങ്കിൽ ഫോൾസ് ആൻഡ് ട്രൂ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഫോൾസ് വരും. ഇവിടെ എന്താണോ കൊടുക്കുന്നത് അത് തന്നെയാണ് ഇപ്പുറത്തും കിട്ടുക. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ ഐഡൻറ്റിറ്റി ലോ എന്ന് പറയുക. എന്താ പറയുന്നത്? ഐഡൻറ്റിറ്റി ലോ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെയുള്ള മറ്റൊരു ലോ ആണ് ഡോമിനൻ്റ് ലോ. ഐഡൻറ്റിറ്റി ലോ പഠിക്കുന്ന പോലെ തന്നെ ഒന്നും പഠിച്ചു വെക്കണം, ഡോമിനൻ്റ് ലോവും പഠിച്ചു വെക്കണം കേട്ടോ. അത് മറന്നു വരുത്. ഈ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണിത്. പി ഓർ ട്രൂ. പി ഓർ ട്രൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എപ്പോഴും ട്രൂ ആയിരിക്കും അല്ലേ? പി നോക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഒരു ഇൻപുട്ട് എന്താണ്? ട്രൂ ആണ്. അപ്പോൾ പിന്നെ നമുക്ക് പിയുടെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല. പി ട്രൂ ആണെങ്കിലും പി ഫോൾസ് ആണെങ്കിലും ഇതിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും ട്രൂ ആയിരിക്കും. അതേപോലെ തന്നെ പി ആൻഡ് ഫോൾസ്, ഇതെപ്പോഴും എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. പി ആൻഡ് ഫോൾസ് എന്ന് പറയുന്നത് എപ്പോഴും ഫോൾസ് ആയിരിക്കും. കാരണം എന്താ? ആൻഡ് ആണ്. ഒരു ഇൻപുട്ട് ഫോൾസ് ആണെങ്കിൽ പിന്നെ രണ്ടാമത്തെ ഇൻപുട്ടിനെ പറ്റി നമ്മൾ ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് ഫോൾസ് എന്ന് എഴുതാം. ഓക്കെ, അതാണ് ഡോമിനൻ്റ് ലോ എന്നല്ല പറയുന്നത്, ഡോമിനേഷൻ ലോ. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. എന്നാലും ഡോമിനേഷൻ ലോ നിങ്ങൾ ടെക്സ്റ്റുകൾ അതേപോലെ തന്നെ പഠിച്ചാൽ മതി. ഡോമിനേഷൻ ലോ. ഓക്കെ, അത് പഠിച്ചു വയ്ക്കുക. ഐഡൻറ്റിറ്റി ലോസ് ആൻഡ് ഡോമിനേഷൻ ലോസ്, അത് ഓർത്ത് വയ്ക്കുക. അതിൻ്റെ ഇടയ്ക്ക് വേറെ ലോ ഉണ്ട്, ഇൻവേഴ്സ് ലോ. അതും പഠിച്ചു വെക്കണം. ഇതൊക്കെ കാണാതെ പഠിച്ചു വെക്കാനുള്ളതാണ് കേട്ടോ, മറന്നു വരുത്. ഒക്കെ നമുക്ക് ആവശ്യം വരുന്നതാണ്. അതെന്താ ഇതെന്താന്ന് ചോദിക്കുമ്പോൾ നമുക്കത് അറിയണം കൃത്യമായിട്ട്. എന്താണ് നോക്കൂ, പി ഓർ നെഗേഷൻ പി, അതേപോലെ തന്നെ പി ആൻഡ് നെഗേഷൻ പി. പി ഓർ നെഗേഷൻ പി എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. കാരണം എന്താ? ഓർ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. പി ഓർ നെഗേഷൻ പി ആണ്. അപ്പോൾ പി ട്രൂ ആണെങ്കിൽ ഇവിടെ ഫോൾസ് ആണ് വരിക അല്ലേ? അപ്പോൾ ട്രൂ ഓർ ഫോൾസ് എന്ത് വരും? ട്രൂ എന്ന് വരും. അതേപോലെ തന്നെ ഇപ്പോൾ പി ഫോൾസ് ആണെങ്കിൽ ഇപ്പുറത്ത് എന്ത് വരും? ട്രൂ ആണ് വരിക. എന്തായാലും ഒരു ഇൻപുട്ട് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. പി ട്രൂ ആണെങ്കിൽ നെഗേഷൻ പി ഫോൾസ് ആയിരിക്കും. ഈ പി ഫോൾസ് ആണെങ്കിൽ നെഗേഷൻ പി ട്രൂ ആയിരിക്കും. എപ്പോഴും ഒരു ഇൻപുട്ട് ട്രൂ ആയിട്ട് വരുന്നുണ്ട്, ഇതിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. അപ്പോൾ ഇത് ഓർത്ത് വെച്ചോളൂ. പി ഓർ നെഗേഷൻ പി എന്ന് പറയുന്നത് ഓൾവേസ് ട്രൂ ആണ്. അതുപോലെ തന്നെ പി ആൻഡ് നെഗേഷൻ പി എന്ന് പറഞ്ഞാൽ എന്താ വരിക? പി ആൻഡ് നെഗേഷൻ പി എന്ന് പറയുന്നത് ഫോൾസ് ആണ് വരിക അല്ലേ? ഇതെപ്പോഴും ഫോൾസും ആയിരിക്കും. എന്തുകൊണ്ടാണ് എപ്പോഴും ഫോൾസ് ആവുന്നത്? ഇവിടെ
ആൻഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പി ട്രൂ ആണെങ്കിൽ നെഗേഷൻ പി എന്ന് പറഞ്ഞാൽ ഫോൾസ് ആണ് വരിക. ഇതെന്താണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നെഗേഷൻ പി ഉണ്ടാവുക. പി ട്രൂ ആണെങ്കിൽ ഇവിടെ ഫോൾസ് വരും, ഇവിടെ ഫോൾസ് ആണെങ്കിൽ ഇപ്പുറത്ത് ട്രൂ വരും. ഏതെങ്കിലും ഒന്ന് ഫോൾസ് ആണെങ്കിൽ ഔട്ട്പുട്ട് എപ്പോഴും എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും ആൻഡിൽ. ഓക്കെ, അതുകൊണ്ട് ഈ സാധനം എപ്പോഴും ഫോൾസ് ആണ് വരിക. പി ആൻഡ് നെഗേഷൻ പി എന്ന് പറയുന്നത് ഓൾവേസ് ഫോൾസ് ആണ്. പി ഓർ നെഗേഷൻ പി എന്ന് പറയുന്നത് ഓൾവേസ് ട്രൂ ആണ്. അതിനാണ് നമ്മൾ ഇൻവേഴ്സ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ലോ ആണ് അബ്സോർപ്ഷൻ ലോ. അബ്സോർപ്ഷൻ ലോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണ്, അബ്സോർപ്ഷൻ ലോ. ഓക്കെ, അത് നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യമാണ് അബ്സോർപ്ഷൻ ലോ എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ട് എന്നുള്ളത് നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ട്രൂത്ത് ടേബിൾ വരച്ച് നോക്കാം, ഇത് കറക്റ്റ് തന്നെയാണോ എന്നുള്ളത്. അബ്സോർപ്ഷൻ ലോയുടെ പി ക്യൂ. ഓക്കെ, രണ്ട് വാല്യൂസ് പി ആൻഡ് ക്യൂ, ട്രൂ ട്രൂ, ട്രൂ ഫാൾസ്, ഫാൾസ് ട്രൂ, ഫാൾസ് ഫാൾസ്. ഓക്കെ, നമ്മൾ വരച്ചിട്ടുണ്ട്. ദെൻ നമുക്ക് വേണ്ടത് പി ആൻഡ് ക്യൂ വേണം. പി ആൻഡ് ക്യൂ, ഇത് പിയും ഇത് ക്യൂ ആണ് കേട്ടോ. ഇത് പി ആൻഡ് ക്യൂ വേണം നമുക്ക്. ട്രൂ ഫാൾസ് 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 നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി പി ഓർ പി ആൻഡ് ക്യൂ എന്താ വരിക നോക്കിക്കേ. പി ആൻഡ് ക്യൂ ഇത് വരും, ട്രൂ വരും അല്ലേ. ഇവിടെ സോറി, പി ഓർ പി ആൻഡ് ക്യൂ ആണ് കേട്ടോ. ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയാൽ മതി. ഇത് രണ്ടുമാണ് നമ്മൾ നോക്കുന്നത്. ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയാൽ മതി, ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. ഈ കേസിൽ ട്രൂ വരും, ഇവിടെ രണ്ട് സ്ഥലത്തും ഫോൾസും വരും. നോക്കിക്കേ, വിച്ച് ഇസ് എക്സാക്ട്ലി ഈക്വലന്റ് ടു പി അല്ലേ. എക്സാക്ട്ലി ഈക്വലന്റ് ടു പി. പിയും പി ഓർ പി ആൻഡ് ക്യൂവും ഈക്വൽ അല്ലേ, സെയിം ആണ് അല്ലേ. അതുകൊണ്ടാണ് അത് അബ്സോർപ്ഷൻ ലോ എന്ന് പറയുന്നത് കേട്ടോ. അബ്സോർബ് ചെയ്യാണ് ചെയ്യുക. പി ഓർ പി ആൻഡ് ക്യൂ എന്ന് പറയുന്നത് പി ആയിട്ട് മാറും. അതേപോലെ തന്നെ അടുത്ത നോക്കിക്കേ, പി ഓർ ക്യൂ നോക്കൂ. പി ഓർ ക്യൂ ഇസ് ട്രൂ 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 ആൻഡ് ഫോൾസ്. ദെൻ പി ആൻഡ് പി ഓർ ക്യൂ എന്താ വരിക? ട്രൂ വരും. ഹിയർ ഇസ് അഗെയിൻ ട്രൂ. ഇത് രണ്ടും ഫോൾസ് ആയിട്ട് കിട്ടും. നോക്കിക്കേ, പി ആൻഡ് പി ഓർ ക്യൂവും പിയും ഈക്വൽ അല്ലേ. ഇത് രണ്ടും ഈക്വൽ ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഇത് രണ്ടും ഈക്വൽ ആണ്. അതിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ ലോ എന്ന് പറയുന്നത്. അബ്സോർപ്ഷൻ ലോ ഓർത്ത് വെച്ചോളൂ കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അബ്സോർപ്ഷൻ ലോ. പല സമയങ്ങളിലും നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ യൂസ് ചെയ്യാണ്ട് അബ്സോർപ്ഷൻ ലോ യൂസ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന പല കേസുകളും ഉണ്ട്. ഓക്കെ, അബ്സോർപ്ഷൻ ലോ ഈ ഒരു ടൈപ്പ് മാത്രമല്ല ചോദിക്കുക, ഇതിൻ്റെ റിവേഴ്സും ചോദിക്കാം. ഇപ്പോൾ ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോയുടെ റിവേഴ്സ് പറഞ്ഞ പോലെ അബ്സോർപ്ഷൻ ലോയുടെ റിവേഴ്സും നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ, ഇത് കറക്റ്റ് ആണോ എന്നുള്ളത്. പി ആൻഡ് ക്യൂ ഓർ പി ഇത് നോക്കുക. അതേപോലെ തന്നെ പി ഓർ ക്യൂ ആൻഡ് പി ഇത് രണ്ടും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഇതിനോട് ഈക്വലൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പി ആണോ എന്നുള്ളത്. അടുത്ത ഹോംവർക്കാണ് ഹോംവർക്ക്. ട്രൂത്ത് ടേബിൾ വരച്ചാൽ മതി കേട്ടോ. ട്രൂത്ത് ടേബിൾ വരച്ച് നോക്കാം. ഇതിനോട് ഈക്വലൻ്റ് ആയിട്ടുള്ള സാധനം പി തന്നെയാണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. പി തന്നെയാണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഹോംവർക്കാണ്, ചെയ്ത് നോക്കുക. ദിസ് ഈക്വൽ ടു പി. ട്രൂത്ത് ടേബിൾ വരച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് ലോസ് ഓഫ് ലോജിക് എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്ന കുറച്ച് ലോസ്. ഓക്കെ, ഈ ലോകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രൂവ് ചെയ്യാനും സിംപ്ലിഫൈ ചെയ്യാനും ഒക്കെ പഠിക്കണം. ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തരാം, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ഷോ ദാറ്റ് ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്യാൻ പോകണ്ട കേട്ടോ ആരും. ഷോ ദാറ്റ് P or Q or R and വലിയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. and P or T or negation Q. അപ്പോൾ 4 സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് നോക്കിക്കോ. P Q R T ആയിട്ടുണ്ട്, 4 സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ട്രൂത്ത് ടേബിൾ വരയ്ക്കാൻ പോയി കഴിഞ്ഞാൽ എത്ര എൻട്രീസ് വരും? 32 എൻട്രീസ് വരും കേട്ടോ. അത് നമ്മൾ ശ്രദ്ധിക്കണം. 32 അല്ല, എത്ര വരും? 16 എൻട്രീസ്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ ഉണ്ട്, ഒരു സ്റ്റേറ്റ്മെൻ്റ് കൂടെ ഉണ്ട്. ആൻഡ്
P or negation T or R. P or negation T or R is equivalent to symbol എഴുതിയാൽ മതി, is equivalent to P or ചെറുതാണ്, അത് ചെറുതാണ്, R and T or negation Q. R and T or negation Q. ഇത് ഈക്വലൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാം. കൂടെ തന്നെ എഴുതി വെച്ചോളൂ, വിത്തൗട്ട് യൂസിങ് ട്രൂത്ത് ടേബിൾ. അതും കൂടെ നിങ്ങൾ വിചാരിച്ച് വെച്ചോളൂ, വിത്തൗട്ട് യൂസിങ് ട്രൂത്ത് ടേബിൾ. ഇത് വലിയ ക്വസ്റ്റ്യൻ ആണ്. ആദ്യം തന്നെ ഈ ക്വസ്റ്റ്യൻ തന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണെന്നുള്ള ഒരു വിചാരമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള, എഴുതി വെച്ചിട്ടുള്ള റൂൾസ് നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ എഴുതി വെച്ചിട്ടുള്ള റൂൾസ് നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ഒരു സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞുതരാം, ബാക്കിയൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ. ഈ LHS ഈക്വൽ ടു RHS എന്നാണ് നമ്മൾ, LHS ഇസ് ഈക്വലൻ ടു RHS എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കിക്കേ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താ ഉള്ളത്? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇസ് P or Q or R and P or T or negation Q and P or negation T or R. ഓക്കെ, ഇതാണ് LHSലുള്ളത് അല്ലേ? ഇതിനോട് ഈക്വലൻ്റ് ആയിട്ട്, വിച്ച് ഈസ് ഈക്വലൻ ടു, ഇതിന് നേരെ എഴുതേണ്ടതാണ്, ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പുറത്ത് എഴുതുന്നത് മാത്രം. ഇതിനോട് ഈക്വലൻ്റ് ആയിട്ട് നിങ്ങൾ ഇവിടെ ഈ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും റൂൾസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിനെ മോഡിഫൈ ചെയ്യാം. ഏതെങ്കിലും റൂൾസ് യൂസ് ചെയ്തിട്ട്, അസോസിയേറ്റീവ് ലോയോ, കമ്മ്യൂട്ടേറ്റീവ് ലോയോ, അബ്സോർപ്ഷൻ ലോയോ, ഡിസ്ട്രിബ്യൂട്ടീവ് ലോയോ, നെഗേഷനോ, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താലേ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അത് വേറെ കാര്യം. നിങ്ങൾ അയ്യോ ഇതെന്തോ ഇങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ലയോ എന്ന് വിചാരിക്കേണ്ട. കുറച്ച് പ്രാക്ടീസ് അധികം വേണം, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നോക്കിയോ, ഇവിടെ എന്താ നോക്കിയേ, ഈ സാധനത്തിനകത്ത് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? നമുക്ക് P or ബാക്കി ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ അങ്ങനെ നമുക്കൊരു P or കിട്ടുമോ നോക്കിക്കേ. ഇവിടെയും P or ഉണ്ട്, ഇവിടെയും P or ഉണ്ട്, ഇവിടെയും P or ഉണ്ട്. ആൻഡ് ഇതിൻ്റെ നടുക്കൊക്കെ യൂസ് ചെയ്തേക്കുന്ന ഓപ്പറേഷൻ ആൻഡും ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ്, അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, RHS സിംപ്ലിഫൈ ചെയ്യുന്നതാണോ നല്ലത്? RHS സിംപ്ലിഫൈ ചെയ്താൽ ഇത് കിട്ടുള്ളൂ. എങ്ങനെ കിട്ടുക? RHS വളരെ ചെറിയൊരു സാധനമല്ലേ ഉള്ളൂ. അത് എക്സ്പാൻഡ് ചെയ്താൽ ഓക്കെ, ആസ് യു വിഷ്, ഒക്കെ നിങ്ങളുടെ സൗകര്യം പോലെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അത് RHS ചെയ്യാൻ പാടില്ലൊന്നുമില്ല കേട്ടോ. അത് എക്സ്പാൻഡ് ചെയ്തിട്ട് ഇത് കിട്ടുന്നുണ്ടോ നോക്കിയാലും മതി, നോ ഇഷ്യൂസ്. അങ്ങനെ ചെയ്ത് നോക്കിയാലും മതി. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു തന്നത് ഇത്രയേ ഉള്ളൂ. ഇവിടെ എല്ലാത്തിനും P or കിടക്കുന്നുണ്ട്. ഞാൻ ആ P orനെ ഇങ്ങോട്ട് ഔട്ട് സൈഡ് എടുത്തു. ബാക്കി വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കിക്കേ. P or ഞാൻ ഔട്ട് സൈഡ് എടുത്തു. ബാക്കി വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ Q or R ആൻഡ് T or negation Q ആൻഡ് negation T or R. കാണുമ്പോൾ വലിയ ക്വസ്റ്റ്യൻ ആണെങ്കിലും അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ ചെയ്യാനത്. ഇങ്ങനെ കിട്ടില്ലേ? കിട്ടുമോ? ഓക്കെ അല്ലേ? ഇത് ഏത് റൂളാണ് നമ്മൾ യൂസ് ചെയ്തത്? ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത റൂൾ ഏതാണ്? വി യൂസ്ഡ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് എന്താണ്? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ്. ഓക്കെ, എടി കിട്ടിയോ? ഏതാ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ യൂസ് ചെയ്തത്? നമ്മൾ പീനെ ഈ ബ്രാക്കറ്റിനകത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തായിരിക്കും. നമ്മൾ 2 ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ് പഠിച്ചേക്കുന്നത്. ഇത് 3 സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ട് എന്ന് മാത്രം, അത്രേ ഉള്ളൂ. 3 സ്റ്റേറ്റ്മെൻറ്റിലേക്കും നമ്മൾ എന്തിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു? P or എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയായിരുന്നു ഈ കാണുന്നത്, ഇത് മൊത്തം. ഓക്കെ, അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് ഈ കോലത്തിൽ ആക്കിയിട്ടുണ്ട്. ഓക്കെ, കൺഫ്യൂഷൻസ് ഇല്ലല്ലോ? ഇത് എളുപ്പമല്ലേ? ബുദ്ധിമുട്ടില്ല. ഈ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. ഇനി ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ മോഡിഫൈ ചെയ്തെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ജോലിയാണ്. നോക്കിക്കേ, ഇത് എങ്ങനെയൊക്കെ മോഡിഫൈ ചെയ്യാം. ഇനി ഇതിൻ്റെ അകത്താണ് പണി മുഴുവൻ. ഇതിൻ്റെ ഉള്ളിലുള്ള സാധനം നമ്മൾ എന്താക്കി മാറ്റണം? ഓക്കെ,
ഇതിൻ്റെ ഉള്ളിലുള്ള സാധനം, ഈ കാണുന്ന സാധനം നമ്മൾ ഇതാക്കി മാറ്റണം. ഓക്കെ, അതാക്കി മാറ്റാൻ എന്താണ് വഴി നോക്കിക്കൂ. ഇവിടെ ഇതിലൊക്കെ 6 കിടക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, ഇവിടെ 6 കിടക്കുന്നില്ലേ? ഹിയർ ദർ ഇസ് എൻ R. ഇവിടെ 6 ഉണ്ട്. Q or R എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഉണ്ട് നെഗേഷൻ T or R. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇത് ഒന്ന് അസോസിയേറ്റീവ് ലോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ മാറ്റാം നമുക്ക്? അസോസിയേറ്റീവ് ലോ യൂസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനത്തിന് ഒന്നിച്ച് എഴുതാം. അസോസിയേറ്റീവ് ലോ എന്ന് വെച്ചാൽ അങ്ങോട്ട് കൊണ്ട് മാറ്റി എഴുതാം. അസോസിയേറ്റീവ് ഓർ കമ്മ്യൂട്ടേറ്റീവ്. അപ്പോൾ ഇവിടെ കമ്മ്യൂട്ടേറ്റീവ് ലോ യൂസ് ചെയ്ത് വിചാരിക്കും. ഈ രണ്ടെണ്ണത്തിനകത്ത് കമ്മ്യൂട്ടേറ്റീവ് ലോ. അപ്പോൾ ആദ്യം നമ്മൾ ഇത് ഇങ്ങോട്ട് എഴുതി, ആൻഡ് ഈ സാധനത്തിന് ഇങ്ങോട്ട് എഴുതാം നെഗേഷൻ T or R. ഓക്കെ, ദെൻ ആൻഡ് T or നെഗേഷൻ Q. ഇങ്ങനെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ നമ്മൾ മാറ്റി എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ രണ്ട് സ്ഥലത്തും എന്തുണ്ട്? 6 കാണുന്നുണ്ട്. നോക്കിയേ, ഓർ 6 കാണുന്നുണ്ട് അല്ലേ? അവിടെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്താൽ എന്ത് വരും? P or Q and negation T. Q and negation T or R. ഓക്കെ ആണല്ലോ? നെഗേഷൻ R or R എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളിങ്ങനെ പുറത്തേക്ക് എടുത്തു. R ആണ് കേട്ടോ. or R എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പുറത്തേക്ക് എടുത്തു. പിന്നെ ബാക്കി വരുന്നത് എന്താണ്? ഈ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും T or negation Q. ഓക്കെ, ഇത്രയായിട്ടുണ്ട്. ബാക്കി ഞാൻ നിങ്ങൾക്ക് വിട്ടു തരുന്നു. ഇത് സിംപ്ലിഫൈ ചെയ്തിട്ട് ഈ ഒരു ഫോമാറ്റിലേക്ക് LHSലേക്ക് മാറ്റാൻ പറ്റുമോ എന്ന് നോക്കി നോക്കൂ. ഇത് ഹോംവർക്ക് ആയിട്ടിരിക്കട്ടെ.